إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم أذلة واتقوا الله لعلكم تشكرون സത്യ വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സദാ ജീവിതത്തിൽ പാലിച്ചും പകർത്തിയും തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. റമളാൻ നോമ്പ് ഫർളാക്കിയത് ഹിജ്റ 2-ാം വർഷത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും മദീനയിൽ ചെന്ന 2-ാമത്തെ വർഷം, അതാണ് ഹിജ്റ വർഷം എന്ന് പറയുന്നത്. ആ വർഷത്തിലെ റമളാൻ 17 വെള്ളിയാഴ്ച മദീനക്കടുത്തുള്ള ബദർ എന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു പ്രതിരോധ സംഘട്ടനമാണ് ബദർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. യുദ്ധമല്ല തുടക്കത്തിൽ ഉദ്ദേശിക്കപ്പെട്ടത്, പ്രതിരോധിക്കലാണ്. അഥവാ മക്കയിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ പ്രബോധനം തടയപ്പെട്ടുകൊണ്ട് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായുള്ള പീഡനങ്ങൾ സഹിക്കാതെ വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരിൽ കൊലപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയും നടക്കുകയും ചെയ്തപ്പോഴാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുവാൻ ഉള്ള അനുമതി അള്ളാഹു നൽകിയത്. ഈ അനുമതിയിൽ സ്വത്തും കച്ചവടവും സമ്പത്തും ഉപേക്ഷിച്ചു കൊണ്ടുപോയവരുണ്ട്, സ്വത്തുമായി പോവാൻ സമ്മതിക്കയില്ല എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു വെക്കപ്പെട്ടവരുണ്ട്, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വെറും ധരിച്ച വസ്ത്രവുമായി മാത്രം മദീനയിലേക്ക് പോയവരുണ്ട്, തൻ്റെ കുടുംബത്തിലെ ഉറ്റവരെയും ഉടയവരെയും ഒഴിവാക്കിയവരുണ്ട്, താൻ ജനിച്ചു വളർന്ന ഭൂമിയും കണ്ടുപരിചയമുള്ള മുഖങ്ങളും പാടെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വർഗം മോഹിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംരക്ഷണാർത്ഥമാണ്
അവരെ ആ നാട്ടിൽ നിന്ന് പോവേണ്ടി വന്നത്. ഈ തൗഹീദാണ് അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അങ്ങനെ വരുമ്പോൾ, അവസരം ലഭിക്കുമ്പോൾ പ്രതിരോധിക്കുക എന്നുള്ളത് മദീനയിൽ കഴിഞ്ഞുകൂടുന്ന മുഹാജിറുകളായ ആളുകൾക്ക് അവകാശപ്പെട്ടതാണ്. ഖുറൈശികളായ ആളുകൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന ആ കച്ചവട സംഘങ്ങളിൽ ലഭിക്കുന്ന ലാഭവും കൂടെ ഇസ്ലാമിന് എതിരിൽ, മുഹമ്മദ് നബിക്ക് എതിരിൽ, സഹാബത്തിന് എതിരിൽ ചിലവഴിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കൽ അനിവാര്യമാണ്. ഇങ്ങനെയാണ് കച്ചവടത്തിന് പോകുന്ന അബൂ സുഫിയാൻ തിരിച്ചു വരുമ്പോൾ അവരെ ഒന്ന് പ്രതിരോധിച്ച് അവരെ സ്വത്ത് പിടിച്ചെടുക്കണം, അല്ലാതെ അവരെ പേടിപ്പിക്കണമെന്നല്ല. കാരണം എന്താ? നമ്മുടെ സ്വത്ത് കൈക്കലാക്കിയവരാണവർ, നമ്മുടെ ഭൂമി കയ്യിലാക്കിയവരാണവർ, നമ്മെ നാട്ടിൽ നിന്ന് അകാരണമായി പുറത്താക്കിയവരാണവർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏക കാരണം കൊണ്ടാണ് അവർ പുറത്താക്കപ്പെട്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. റബ്ബുനല്ലാഹ്, ഞങ്ങൾ രക്ഷിതാവ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞ ഏക കാരണം, വേറൊരു പ്രശ്നവുമില്ല. ഉഖ്രിജൂ മിൻ ദിയാരിഹിം, അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് റബ്ബുനല്ലാഹ് എന്ന കാരണം കൊണ്ടാണ്. അപ്പൊ അവരെ സ്വാഭാവികമായും പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണ്, ആവശ്യമാണ്, അവകാശമാണ്. അങ്ങനെയാണ് അബൂ സുഫിയാനെയും കൂട്ടരെയും പ്രതിരോധിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും തീരുമാനിച്ചത്. ആദ്യത്തേത് പ്രതിരോധമാണ്. പക്ഷേ വാർത്തയറിഞ്ഞ അബൂ സുഫിയാൻ തന്ത്രത്തിൽ വഴിമാറി സഞ്ചരിച്ച് ഈ വാർത്ത മദീനയിലെത്തി. തന്നെയുമല്ല, മദീനയിലുണ്ടായിരുന്ന മുനാഫിഖുകളും മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും തമ്മിൽ പലപ്പോഴും അവർ ബന്ധം പുലർത്താറുണ്ട്. ആ ബന്ധത്തിൽ മുഹമ്മദിനെ എപ്പോഴും ഭയപ്പെടുത്തിയും കൊണ്ടിരിക്കണം, എപ്പോഴും പേടിപ്പിച്ചു കൊണ്ടിരിക്കണം. അവനെ നിങ്ങൾ അവിടെ മദീനയിൽ മാന്യമായി കഴിയാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സഖ്യകക്ഷികളായിക്കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ അതും നടന്നിരുന്നു. അങ്ങനെയാണ് അബൂ സുഫിയാൻ ഈ വാർത്ത മക്കയിലേക്ക് അറിയിക്കുകയും ആൾബലമോ ആയുധബലമോ സജ്ജീകരണങ്ങളോ ഒന്നും ഇല്ലാത്ത സഹാബത്ത് ഇതിൻ്റെ രണ്ടാം ഘട്ടമെന്നോണം യുദ്ധത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്തത്. കാരണം എന്താ? അബൂജഹലും ഉത്ബത്തും ഷൈബത്തും വലീദും ഈ വിവരം അറിയുകയാണ്. അവരാരാ? അവർ സ്വനാദീദ് ഖുറൈശ്, ഖുറൈശി നേതാക്കന്മാരാണ്, ഖുറൈശികളിലെ ഉന്നതന്മാരാണ്. ലാത്ത ഇസ്സ മനാത്ത ഹുബുലുൽ അയലയെ വന്ദിച്ചവരും ആരാധിച്ചവരും പ്രാർത്ഥിക്കുന്നവരും ബഹുമാനിക്കുന്നവരും തൊട്ട് നടന്നവരും തഅലീമ് ചെയ്യുന്നവരുമാണ്. ലാത്ത ഇസ്സയെ മനാത്തയൊക്കെ. അവർക്ക് ഇത് ഒട്ടും സഹിച്ചില്ല. അവർ തീരുമാനിച്ചു, ഒന്ന് അവരെ നാമാവശേഷമാക്കണം, അടിവേരറുക്കണം. ഇത് സഹിക്കാൻ പറ്റില്ല, ഇനി വെറുതെ വിടാൻ പറ്റില്ല എന്ന രീതിയിലുള്ള ആലോചനകൾ നടക്കുകയും അബൂജഹലിന്റെ നേതൃത്വത്തിൽ മക്കയിൽ നിന്ന് സൈന്യം മദീനയിലേക്ക് നീങ്ങുകയും ചെയ്തു. അത് രണ്ടാം ഘട്ടമാണ്. പരിശുദ്ധ ഖുർആൻ ഈ രണ്ട് കാര്യത്തെ സംബന്ധിച്ചും സൂറത്തുൽ അംഫാലിലെ 7-8 ആയത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ഉദ്ദേശിച്ചത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെയാണ്, അബി സുഫിയാനെയാണ്. പക്ഷേ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് ജയ്ഷ് അബിജഹിൽ, അബൂജഹലിന്റെ സൈന്യത്തെയാണ്. ഖുർആൻ പറയുന്നത്, വഇദ് യഇദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫതൈനി അന്നഹാ ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു. ആരോട്? മുഹമ്മദ് നബിയോട്. ഇഹ്ദ ത്വായിഫതൈനി, രണ്ടിൽ ഒരു സംഘം, അന്നഹാ ലക്കും, അത് നിങ്ങൾക്കുള്ളതാണ്.
ആ രണ്ട് സംഘം ഏതാ? ഒന്ന് അബൂ സുഫിയാന്റെ കച്ചവട സംഘം, അതല്ലെങ്കിൽ രണ്ടാമത്തേത് അബീ ജഹലിന്റെ ജയ്ഷ് അഥവാ സൈന്യം. സഹാബത്ത് ആഗ്രഹിച്ചത് എന്താ? ശക്തി മുടക്കാതെയും കണ്ട്, ശക്തി എടുക്കാതെയും കണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. അഥവാ അബൂ സുഫിയാന്റെ കച്ചവട സംഘമാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷേ അല്ലാഹു ഉദ്ദേശിക്കുന്നത് സത്യത്തെ സത്യമായി സാക്ഷീകരിച്ചുകൊണ്ട് പുറത്ത് കൊണ്ടുവരുവാനും സ്ഥാപിക്കുവാനും നിഷേധികളായ ആളുകളുടെ പിന്നാമ്പുറം അറുത്ത് കളയുവാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? വലിയ പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എന്തെങ്കിലും ലഭിക്കുക എന്നുള്ളതാണ്. അതല്ല, അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താ? അവന്റെ വാക്കുകൾ കൊണ്ട്, അള്ളാന്റെ കലിമത്തുകൾ കൊണ്ട് യുഹിഖൽ ഹഖ, സത്യത്തെ സത്യമായി വേർതിരിച്ച് കാണിച്ചു തരുവാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പ്രയാസമുള്ളത് നിങ്ങൾ സഹിച്ചേ പറ്റും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. കാരണം എന്താ? അവിടെ ആയുധമാണ്, ആൾബലമാണ്, സജ്ജീകരണമാണ്, അവിടെ പാട്ടുകളാണ്, അതേപ്രകാരം അഹങ്കാരമാണ്, ധൂർത്താണ്, ദുർവ്യയമാണ്, ദുരഭിമാനം നടിക്കയാണ്. ഇവിടെയോ? ഇവിടെ ആൾബലമില്ല, ആയുധബലമില്ല, സജ്ജീകരണങ്ങളില്ല, വസ്ത്രമില്ല, ഭക്ഷണമില്ല, കാലിൽ ചെരുപ്പ് പോലും ധരിക്കാനില്ല. മദീനയിലെ പനി ബാധിച്ചുകൊണ്ട് പ്രയാസം അനുഭവിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നേ ഉള്ളൂ. എന്താ? ഹമ്മ യസ്രിബ്, യസ്രിബിലെ പനി എന്നാണ് പറയാ. റസൂലുള്ള ദ്വാരന്നു എന്തെന്ന്? അല്ലാഹുമ്മൻഖുൽ ഹമാഹ ഇലാ ജുഹ്ഫ, പടച്ചവനെ ഈ മദീനയിലെ പനി നീ ഒന്ന് ജുഹ്ഫയിലേക്ക് മാറ്റണമേ. സഹാബത്ത് അവിടെ ചെന്നോട്ടന്നെ പനി ബാധിച്ചു. അതാണ് ഹമ്മ യസ്രിബ്. യസ്രിബ് എന്ന് പറഞ്ഞാൽ മദീനയുടെ പഴയ പേരാ. റസൂൽ ചെന്നപ്പോഴാണ് മദീനത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നബിയുടെ പട്ടണം എന്ന പേരിൽ മദീന അറിയപ്പെടാൻ തുടങ്ങിയത്. മദീനയുടെ പഴയ പേര് യാ അഹ്ല യസ്രിബ് ലാ മുഖാമ ലക്കും, ഖുർആനിലല്ലേ യസ്രിബ് എന്ന മദീനയുടെ പേര്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ നിലക്കുമുള്ള പ്രതികൂല സാഹചര്യമായിരുന്നു സഹാബത്തിനുണ്ടായിരുന്നത്. പക്ഷേ അവരുടെ കയ്യിൽ ഒരു സമ്പത്തുണ്ടായിരുന്നു. അതെന്താണ്? സൂര്യപ്രകാശം പോലെ കത്തിജ്വലിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് തോന്നിയ വിശ്വാസമായിരുന്നു അത്. സൂര്യപ്രകാശം പോലെ കത്തിജ്വലിക്കുന്ന, യാതൊരു കലർപ്പില്ലാത്ത കറകളഞ്ഞ തൗഹീദ്. ശിർക്കിൽ നിന്ന് മാറി വന്നവരാണവർ. കുറെ കാലം ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ദ്വാരുന്നവരാണവർ. അതിനൊന്നും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കയില്ല, ഉപകാരമോ ഉപദ്രവമോ ചെയ്യില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൽബിലേക്ക് ആവാഹിച്ചുകൊണ്ട് ആ ശക്തി ഇവരെ കയ്യിലുണ്ട്. ആയുധല്ല, ആൾബലല്ല, ഭക്ഷണമല്ല, ഒരു സൗകര്യവുമില്ല, സാഹചര്യം അതിന് അനുകൂലവുമല്ല. ആ അവസ്ഥയിലാണ് അബൂജഹലും കൂട്ടരും മക്കയിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ട് മദീന അതിർത്തിയിലെ ബദറിലേക്ക് എത്തുന്നത്, ആ താഴ്വരയിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് കൂടിയാലോചിക്കുകയാണ്. കാര്യം നമ്മൾ വിചാരിച്ചിടത്ത് നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. അബൂ സുഫിയാനെ തുരത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചത് ഇതാ ഒരു സംഘട്ടനത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുശ്രിക്കുകളുടെ എണ്ണം അറിയുവാൻ, അവരെ ആൾബലം അറിയുവാൻ രണ്ടാളുകളെ ഏർപ്പാടാക്കുകയാണ്. മദീന ബദർ അതിർത്തിയിലെത്തിയ ഇവരുടെ എണ്ണം അറിയുവാൻ രണ്ടാളെ ഏർപ്പാടാക്കിയും കൊണ്ട് അവർ തിരിച്ചുകൊണ്ട് എന്ന് പറയുന്നത് എണ്ണം അറിയില്ല. റസൂൽ ചോദിക്കുന്നു, അവർ ഒരു ദിവസം എത്ര അറുക്കുന്നുണ്ട്? ഇവർ പറഞ്ഞു 9 അല്ലെങ്കിൽ 10. അപ്പൊ റസൂൽ പറഞ്ഞു
900-നും 1000-നും ഇടക്ക് ആളുകളുണ്ട്. അതാണ് യുദ്ധത്തിന്റെ ഓർഗനൈസിങ്. അതാണ് മുഹമ്മദ് നബിയുടെ ഓർഗനൈസിങ് പവർ. 9-10 ആണ് ദിവസം അറുക്കുന്നത് എന്ന് നിരീക്ഷകൻ വന്ന് മറുപടി പറഞ്ഞപ്പോൾ 900-നും 1000-നും ഇടയിൽ ആളുകൾ അവരുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ സഹാബത്തിനോട് കൂടിയാലോചിക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ആദ്യം ആലോചിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഫഅഹ്സിൻ, നല്ല കാര്യമാണ്, നമുക്ക് പ്രയാസമൊന്നുമില്ല. ഇന്നെന്താ കയ്യിലുള്ളത്? ഒന്നുമില്ല. പിന്നെന്താ കയ്യിലുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് വേണ്ടത്. അതില്ലാണ്ട് എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പുറത്തെ ആയുധമോ ആൾബലമോ സർവായുധ സജ്ജീകരണമോ ഒന്നും പ്രശ്നമല്ല. ഇപ്പുറത്ത് ഈമാണ്ടായാൽ മതി. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയെ മുന്നോട്ട് പോവാം, പ്രശ്നമില്ല നമുക്ക്. അതേ പ്രകാരം തന്നെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, എന്താണ് മിഖ്ദാദ് അവറുകളെ നിങ്ങളുടെ അഭിപ്രായം? കാര്യം കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം മുഹമ്മദ് നബിയോട് പറയുകയാണ്, മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ ജനങ്ങൾ പറഞ്ഞ പോലെ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന് നിങ്ങളോട് ഞങ്ങൾ പറയുകയില്ല. ഞങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് വന്നപ്പോൾ അഖബ ഉടമ്പടിയിൽ ഞങ്ങൾ ഏറ്റ കാര്യമുണ്ട്. നിങ്ങൾ മദീനയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളെ സംരക്ഷണം ഞങ്ങൾ ഏറ്റിട്ടുണ്ട് എന്ന്. അഖബ ഉടമ്പടിയിൽ എവിടുന്ന് അഖബ നടന്നത്? മക്കയിൽ ജംറത്തിന്റെ അടുത്ത് വെച്ചിട്ട് രാത്രി പോയി സ്വകാര്യമായിട്ട് കണ്ട് റസൂലുള്ളാഹി മദീനയിൽ നിന്ന് ഹജ്ജിന് വന്ന ആളുകളെ അവരെ നബിയോട് അവസാനം പറഞ്ഞത് എന്താണെന്നറിയാം? ഒരു 70ഓളം ആളുകളോ അതല്ലെങ്കിൽ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാവാം. നിങ്ങളെങ്ങാനും മദീനയിലേക്ക് ഈ ആദർശവുമായി വരികയാണെങ്കിൽ നിങ്ങളുടെ ഒരു രോമത്തിന് പോലും കേട് പറ്റാതെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്, ഞങ്ങൾ അതിൽ ജാഗ്രതയുള്ളവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബിയോട് പറയുന്നത്. അത് ഈമാനിന്റെ ശക്തിയാണ്. അദ്ദേഹം പറയുന്നു, മൂസ നബിയോട് ജനങ്ങൾ പറഞ്ഞ പോലെ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ ഞങ്ങൾ പറയൂല. ഞങ്ങൾ പറയുന്നത് ഇന്നാ മഅകുമാ മുഖാതിലൂൻ, ഞങ്ങൾ നിങ്ങളോടുകൂടെ യുദ്ധരംഗത്ത് ഒന്നാം സഫിലുണ്ടാകും, മുൻപന്തിയിലുണ്ടാകും, ഞങ്ങൾ മാറി നിൽക്കയില്ല. ബർഖുൽ ഹിമാദ് എന്ന യമനിലെ സ്ഥലത്തേക്കാണ് നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നതെങ്കിൽ അവിടേക്ക് പോലും വരാൻ ഞങ്ങൾ തയ്യാറാണ്, മടിയില്ല. എന്തേ കാരണം? ഈമാനാണ്. സ്വർഗം കിട്ടേണ്ട കാര്യമല്ലേ? ത്രാവിസ്കരിക്കാൻ വരാൻ മടിയാണ്. കാരണം എന്താ? ക്ഷീണം അല്ലേ? ദൈവത്തിന്റെ ഒരു ക്ലാസ് ഉണ്ട്, വരാൻ മടിയാണ്. എന്തേ കാരണം? ഓള് സുഖല്ല, അല്ലെ മറ്റോൾക്ക് സുഖല്ല, മറിച്ചോൾക്ക് സുഖല്ല. കണ്ട നിങ്ങള്? ഈമാൻ പണയം വെച്ചുകൊണ്ടാണ്, ഈമാനിനെ കൈക്കം മുറുകെ പിടിച്ചുകൊണ്ടാണ് രംഗത്തിറങ്ങുന്നത്. അങ്ങനെ യുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളോടും മുഹാജിറുകളോടും പ്രത്യേകം മുശാവറ നടത്തുകയാണ്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട്, അതിലിടയ്ക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അതിന്റെ പ്രത്യേക ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. ഉത്ബത്തും ഷൈബത്തും വലീദും മുന്നോട്ട് വരികയാണ്. നിങ്ങൾ ആരുണ്ടോ ഞങ്ങളുമായി ഏറ്റുമുട്ടുവാനെന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ആയുധവും സർവായുധ സജ്ജീകരണവുമായി മറ്റവരിങ്ങനെ പിന്നിന്ന് പ്രേരിപ്പിക്കുകയാണ് ബാക്കിയുള്ള അനുയായികൾ. ആ രംഗത്തേക്ക് ഉത്ബത്തും ഷൈബത്തും വലീദും രംഗത്തേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖും യാ അഅ്ഫ ഇബ്നു അൽ ഹാരിസ്, ഖും യാ മുഅദ് ഇബ്നു അൽ ഹാരിസ്, ഖും യാ അബ്ദുല്ലാഹി ഇബ്നു റവാഹ്. ഈ മൂന്നാളോട് നിങ്ങൾ അങ്ങോട്ട് എഴുന്നേറ്റ് ചെല്ല്, വെല്ലുവിളി സ്വീകരിക്കൂ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ചോദിക്കാന്ന്, മാ ലനാ ബിക്കും മിൻ ഹാജ, നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമല്ല. ഒന്ന് ഔഫ്, രണ്ട് മുഅവ്വിദ്, മൂന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ്. നിങ്ങൾ മൂന്നാൾ അൻസാറുകളാ, നിങ്ങൾ മദീനക്കാരാ. നിങ്ങളും ഞങ്ങളും തമ്മിൽ വർത്താനല്ല, നിങ്ങളും നമ്മളും തമ്മിൽ സംഘടനല്ല. ഞങ്ങൾക്ക് വേണ്ടത്
ഞങ്ങളുടെ ആരാധ്യരെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് ഏകനായ റബ്ബിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മുഹമ്മദിന്റെ കൂടെ കൂടിയതായിരിക്കുന്ന മുഹാജിരീങ്ങളായ ഖുറൈശികളെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. മുഹാജിറുകളായ ഖുറൈശികളെയാണ് വേണ്ടത്. മക്കയിൽ നിന്ന് വന്ന ആളുകൾ, അതിൽ നല്ല ചോരത്തളപ്പുള്ള ഫുത്തിയാനുകളില്ലേ ഞങ്ങളെ കൂട്ടത്തിൽ, യുവാക്കളില്ലേ എന്നാണ് ചോദ്യം. ഉടൻ മുഹമ്മദ് നബി പറയുകയാണ്, ഖും യാ ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ്, ഖും യാ അലി, ഖും യാ ഹംസ. മൂന്നാള്, ഒന്ന് അലി റളിയല്ലാഹു അൻഹു പുതിയാപ്പള, രണ്ടാമത്തേത് എളാപ്പൻ മകൻ ഹംസ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഇവരോട് ഖും, നിങ്ങൾ എഴുന്നേറ്റ് ചെല്ലൂ എന്ന് പറയുന്നു. ഇവർ എഴുന്നേറ്റ് ചെന്നു. അവരെ വെല്ലുവിളികളൊക്കെ ഇവർ, ഞങ്ങൾ ഖുറൈശികളാണ്. മൻ അന്തും, നിങ്ങൾ ആരാമാ ചോദിക്കുന്നത് അപ്പുറത്തുനിന്നേ. അപ്പൊ പറയാണ്, ഞങ്ങൾ ഫുത്തിയാന ഖുറൈശ്, ഖുറൈശി യുവാക്കളാണ്. ഖുറൈശ് പറഞ്ഞാൽ എവിടെയാന്ന്? മക്കയിൽ നിന്ന് വന്ന മുഹാജിരിങ്ങളായ നല്ല ചോരത്തളപ്പുള്ള യുവാക്കളാണ്. ചോരത്തളപ്പ് എന്ന് പറഞ്ഞാൽ ഈമാന്റെ തളപ്പ്, അല്ലാണ്ട് വേറെ തളപ്പൊന്നുമില്ല. അങ്ങനെ അല്പസമയത്തിന് മുമ്പ്, അല്പസമയത്തിനിടക്ക് യുദ്ധം കൊടുമ്പിരി കൊള്ളുകയും ഉത്ബത്തും ശൈബത്തും വലീദും കൊല്ലപ്പെടുകയും ചെയ്തു. ഹംസ റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവുമാണ് ആ മൂന്നാളുകളെയും കൊലപ്പെടുത്തിയത്. ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന് പരിക്ക് പറ്റി 4-ാമത്തെ ദിവസം അദ്ദേഹം മരണപ്പെടുകയാണ്, ഷഹീദായിക്കൊണ്ട്. അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്ക് പറ്റി, അല്ലെങ്കിൽ അവയവങ്ങൾക്ക് പരിക്ക് പറ്റി. അദ്ദേഹം 4-ാം ദിവസം രക്തസാക്ഷിയായി. പിന്നെ യുദ്ധം കൊടുമ്പിരി കൊണ്ടു. പിന്നെ അതിലെ ഓരോരുത്തരുടെ പേരും ശക്തിയും ഒന്നും എടുത്തു പറയേണ്ടതില്ല. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ആയിരക്കണക്കായ 3000, 5000 മലക്കുകളെ ഇറക്കിയും കൊണ്ട്, തുടർച്ചയായി തുടരെ മലക്കിനെ ഇറക്കിയും കൊണ്ട് നിങ്ങളെ ഞാൻ സഹായിക്കാമെന്ന് അള്ളാഹു ഏറ്റ കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് പറയുകയാണ്. ഹാദാ ജിബ്രീൽ അത്താനാ നസ്റുല്ലാഹ്, റസൂൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഹാദാ ജിബ്രീൽ അത്താനാ നസ്റുല്ലാഹ്, അബൂബക്കർ നിങ്ങൾ ഭയപ്പെടണ്ട, ശങ്കിക്കണ്ട, ഇതാ ജിബ്രീൽ വന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ സഹായം എന്നോട് വാഗ്ദാനം ചെയ്തത് എത്തിയിരിക്കുന്നു എന്ന് അബൂബക്കർ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി പറയുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹനെ വിളിച്ചുകൊണ്ട് പറയുന്ന ആ പ്രാർത്ഥന വല്ലാത്ത സങ്കടകരമായതാണ്. അല്ലാഹുമ്മ ഇന്നഹും ഹിഫാത്ത്, പടച്ചവനെ എൻ്റെ സഹാബത്ത് കാലിൽ ചെരുപ്പ് ധരിക്കാത്തവരാണ്, അഥവാ നടക്കാൻ പോലും കഴിയാത്തവരാണ്. ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും വന്ന ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളോട് ഏറ്റുമുട്ടാൻ വന്നവരാണ് അപ്പുറത്തുള്ളത്. എൻ്റെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ നടക്കാൻ കാലിൽ ചെരുപ്പില്ലാതെ നടന്നു പോവാൻ പോലും കഴിയാത്തവരാണ്. ഫഹ്മിൽഹും, നീ അവർക്ക് വാഹനം നൽകണം, നീ അവർക്ക് വാഹനം നൽകണം. അല്ലാഹുമ്മ ഇന്നഹും ഉറാത്ത്, അല്ലാഹുവേ ഇവർ നഗ്നരാണ്, ഇവർക്ക് വേറെ വസ്ത്രം മാറാനില്ല, മറ്റൊരു വസ്ത്രം മാറി ഉടുക്കാനില്ലാത്തവരാണ്. ഫക്സുഹും, നീ അവർക്ക് വസ്ത്രം നൽകണം. അടുത്തതാണ് ഗൗരവമേറിയത്, ശ്രദ്ധിക്കണം ഈ കാലഘട്ടത്തിൽ മുസൽമാനെ, മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാഹുമ്മ ഇന്നഹും പടച്ചവനെ എൻ്റെ സഹാബത്ത് വിശന്ന് വലഞ്ഞ് വയറൊട്ടിയവരാണ്. ഫഅത്ഇംഹും, നീ അവർക്ക് ഭക്ഷണം നൽകണമേ. ഇവിടെ കൊടുക്കാനില്ല, എടുത്തു കൊടുക്കാൻ റസൂലുള്ളാഹിന്റെ അടുക്കലില്ല, ഫ്രിഡ്ജില്ല, ഗോഡൌണില്ല, കച്ചവടമില്ല, കടയില്ല, ഒന്നുമില്ല. നീ അവർക്ക് ഭക്ഷണം നൽകണമേ എന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി മുഹമ്മദ് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹിനോട് നേരിട്ട് മാത്രം പ്രാർത്ഥിക്കുന്നു. കൂട്ടത്തിൽ പറയുന്നു, ഈ ചെറു സംഘത്തെ, ഈ 300 ചില്ലാനം വരുന്ന ആളുകൾ മാത്രമാണ്. ഇതിന്റെ അഥവാ 3 ഇരട്ടിയാണ് അപ്പുറത്തുള്ളത്. ഈ ചെറു സംഘത്തെ നീ എങ്ങാനും ഇപ്പോൾ ഇവിടെ വെച്ച് നശിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് നിന്നെ ആരാധിക്കപ്പെടുന്ന അവസ്ഥ, ഇന്നക്കലം തുഅബദു ഫിൽ അർളി അബദ, ആരാധിക്കപ്പെടുകയില്ല. ആ പ്രാർത്ഥനക്കെല്ലാം ഉത്തരം കിട്ടും. ആ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ലഭിക്കുകയും അതോടുകൂടെ അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ എന്ന് പറഞ്ഞ
തുടരെ മലക്കനെ ഇറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ മലക്കുകൾക്ക് അള്ളാഹു യുദ്ധം പഠിപ്പിച്ചു കൊടുത്ത രംഗം ഖുർആൻ പറയുന്നുണ്ട്. മലക്കിന് യുദ്ധം ചെയ്ത് പരിചയമുണ്ടോ? ഇല്ല. ഫദ്രിബൂ ഫൗഖൽ അഅ്നാഖ് ഫദ്രിബൂ മിൻഹും കുല്ല ബനാൻ. അതാണ് വാളുകൊണ്ട് കൊത്താൻ വേണ്ടി അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുക മലായിക്കത്തിന്. കാരണം അള്ളാഹ് സഹായിക്കുന്നു പറഞ്ഞതല്ലേ. ഇതിൽ ശിർക്കിന്റെ കലർപ്പുള്ളോ ഇല്ലേലോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അവരെ സഹായിക്കൽ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ സഹായിക്കുമെന്ന് അള്ളാഹ് ഏറ്റതാണ്. അള്ളാഹിന്റെ സഹായം ഇറങ്ങി. ബദ്രിൽ മലായിക്കത്തിന്റെ സാന്നിധ്യം കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും വിജയിച്ചു. 70ഓളം ആളുകൾ ഖുറൈശികൾ മുശ്രിക്കുകൾ കൊല്ലപ്പെട്ടു. 70ഓളം ആൾക്ക് പരിക്ക് പറ്റി. 10 ചില്ലാനം ആളുകൾ നമ്മളെ ഭാഗത്തു നിന്നും അഥവാ സഹാബത്തിന്റെ ഭാഗത്തു നിന്നും കൊല്ലപ്പെടുകയുണ്ടായി. അബൂജഹിൽ കഅബത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് വാദിച്ച വാർത്തന, ഇറയോനെ ഹദൽ ബൈത്തുടെ നായന ഹക്കോട് ബാത്തിൽ രണ്ടിൽ. ഈ രണ്ട് കക്ഷിയിൽ ഒരാൾ ഹക്കിന്റെ ആളാണ്, അവനെ വിജയിപ്പിക്കണമേ എന്ന് അള്ളാഹുവിനോട് ദ്വാരന്നുകൊണ്ടാണ് അബൂജഹിൽ വന്നത്. നബിനെ റസൂൽ യുദ്ധം ചെയ്തത് അവരോട്, അല്ലാഹുമ്മ അയ്യുനാ അഖ്തഉ ലിർറഹം, ഞങ്ങളിൽ കുടുംബ ബന്ധം മുറിച്ചവനാണിവൻ. ഇഫ അഹിനുൽ ഗദാത്ത്, അടുത്ത ദിവസങ്ങളിൽ ഇവനെ നീ നശിപ്പിക്കണം എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നവനായിരുന്നു അബൂജഹൽ. പക്ഷേ മൃതശരീരമായി ബദറിലെ ഖലീബ് പൊട്ടക്കണ്ണിലേക്ക് എറിയപ്പെടുകയാണ് ചെയ്യപ്പെട്ടത്. പിന്നെ എന്തേ പ്രശ്നം? അള്ളാഹിനോടും ദ്വാരന്ന്, ലാത്തവനാത്തിയോടും മഹാന്മാരോടും ദ്വാരന്ന്. അള്ളാഹിന്റെ റസൂലോ അള്ളാഹിനോട് മാത്രം. അതപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയെല്ലാം ഖുതുബ പറഞ്ഞ വിഷയങ്ങൾ. റബ്ബിനോട് മാത്രം, മുഹമ്മദ് നബി അള്ളാഹിനോട് മാത്രം. സഹാബത്ത് അല്ലാഹുമ്മ അല്ലാഹുമ്മ അല്ലാഹുമ്മ. പ്രാർത്ഥന നിറുത്തു, പ്രവാചകരെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹിയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ പുറത്തേക്ക് വരുന്ന വരവിലാണ് മുഹമ്മദ് നബി ജിബ്രീലിനെ കാണുന്നത്. അങ്ങനെ 70ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. അതിലെല്ലേ സനാദീദ് ഖുറൈശികളും ഉണ്ടായിരുന്നു. സത്യത്തിൽ സഹാബത്തിന്റെ ആയുധം കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, അവരെ ഈമാൻ, തഖ്വ, തവക്കുൽ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിജയിപ്പിച്ചു. തിരിച്ചു പോരുമ്പോൾ അവർക്ക് വാഹനം കിട്ടി, ഗനീമത്ത് സ്വത്ത് ലഭിച്ചു. റസൂലിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഇവർക്ക് നീ ഭക്ഷണം നൽകണം, വാഹനം നൽകണം എന്ന് പറഞ്ഞ പ്രാർത്ഥന ഗനീമത്ത് സ്വത്ത് ലഭിക്കുന്നതിലൂടെ സാധിക്കപ്പെട്ടു. കാരണം അത് അള്ളാഹുവിൻ്റെതായിരിക്കുന്ന ഹിക്മത്താണ്. എങ്ങനെ കിട്ടുക? നമ്മൾ പറയും എങ്ങനെ? അങ്ങനെ അള്ളാഹു വിശ്വസിക്കുന്നവൻ അങ്ങനെ, അതന്നെ. പിന്നെ അതെങ്ങനെ പറയാനില്ല. ഇതോടുകൂടെ ബാക്കിയുള്ള വന്ന മുശ്രിക്കുകളായ ആളുകളെ ബദറിന്റെ അടുത്തുള്ള ഖലീബ് പൊട്ടക്കിണറ്റിൽ റസൂലുള്ള അവിടെ കൊണ്ട് അവരെ മറവ് ചെയ്തു. സഹാബികളായ ആളുകൾ രക്തസാക്ഷികളായ മറവ് ചെയ്തു. പരിക്ക് പറ്റിയവർക്ക് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരെ മുറിവുകളോ പരിക്കുകളോ പ്രയാസങ്ങളോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്യന്തികമായി പറഞ്ഞത് ഇതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് സ്വർഗമാണെന്നാണ്. അപ്പൊ യുദ്ധത്തിന് സഹാബത്ത് ഒരുങ്ങിയതല്ല, റസൂലുള്ള ഒരുങ്ങിയതല്ല. പ്രതിരോധം യുദ്ധമായി മാറുകയാണ് ഉണ്ടായത്. പിന്നെ നാട്ടിലെ കിസ്സപ്പാട്ടിൽ പലതും ഉണ്ടാവും. അത് പിന്നെ ഇപ്പം നമ്മൾ അത് കിസ്സപ്പാട്ടാണ്, അത് പാട്ടായി കൂട്ടിയാൽ മതി. പല സംഭവങ്ങളും അതിൻ്റെ പൊടിപ്പും തൊങ്ങലും വെപ്പിച്ചുകൊണ്ട് വലിയ വലിയ പറച്ചിലുകളൊക്കെ ഉണ്ടാവും. അത് നമ്മളത്ര കാര്യമാക്കണ്ട. ഇതതിൻ്റെ ഒരു ഏകദേശ കണ്ടന്റ് മാത്രമാണ്, അഥവാ അതിൻ്റെതായിരിക്കുന്ന ഒരു പ്രധാന ഭാഗം മാത്രമാണ്. അങ്ങനെ ബദർ കഴിഞ്ഞു. അടുത്ത കൊല്ലം റമദാൻ 17 വന്നു. എന്നാ കഴിഞ്ഞ കൊല്ലം ഈ ദിവസമല്ലടോ നമ്മൾ പോയത്. എന്നൊരു കാര്യം ചെയ്യുക, 10-13 ആൾ നമ്മളെ കൂടെ ഒന്നും കൊല്ലപ്പെട്ടിട്ടില്ലേ? അവരെ പേരിൽ നമ്മൾ ഒരു ഈത്തപ്പഴം കൊടുക്കുക. ഏറ്റവും ചുരുങ്ങിയപ്പോൾ അതല്ലേ. അന്ന് പോത്തില്ലല്ലോ, അന്ന് പോത്തൊന്നുമില്ല, ഒട്ടകല്ലുണ്ട്. എന്നാ പോട്ടെ, ഒരു കോഴിക്കുഞ്ഞിനെ കൊടുക്കുക. അർത്ഥം കേട്ട് ഉണ്ടായ എത്ര ബദർ പിന്നെയും കഴിഞ്ഞു.
മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദരീങ്ങൾ നേതാവാകുന്ന മുഹമ്മദ് റസൂലുള്ള പിന്നീട് 10 വർഷക്കാലം പിന്നെയും ജീവിച്ചില്ല. അവരുടെ ഇടയിൽ ദീനും പ്രബോധനവുമായി യുദ്ധങ്ങൾ പിന്നെയും നടന്നില്ലേ, പലരും കൊല്ലപ്പെട്ടില്ലേ. പക്ഷേ ആ ബദറിന്റെ ദിവസം ഒരു ഈത്തപ്പഴമെങ്കിലും അവരുടെ പേരിൽ നമ്മൾ ഒരു ബർക്കത്തിന് വേണ്ടി കൊടുക്കാമെന്ന് റസൂലുള്ള പറഞ്ഞോ, സഹാബത്ത് പറഞ്ഞോ? ഇല്ല. കുറച്ചൊക്കെ ഇസ്ലാമിന് സൗകര്യങ്ങൾ വന്നു പിന്നീട് എന്നാ കൊടുത്തോ. ഒരു കോഴിക്കുഞ്ഞിന് പോലും അർത്ഥമില്ല. കാരണം എന്താ? ഇവർ ആ സാഹചര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് യുദ്ധം. അതിന്റെ നിലനിൽപ്പാണ് യുദ്ധത്തിന്റെ ഉദ്ദേശം. അതിന്റെ പര്യവസാനം സ്വർഗവുമാണ്. അല്ലാതെ വെറുതെ മേക്കിട്ട് കയറാൻ വേണ്ടി പോയതല്ല. ലിതകൂന കലിമത്തുല്ലാഹി അൽ ഉൽയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ ഉന്നത പദവി ലഭിക്കണം, അതിന് സ്ഥാനം ലഭിക്കണം. വലൗ കരിഹൽ മുശ്രികൂന വൽ മുജ്രിമൂൻ, മുശ്രിക്കീങ്ങളും മുജ്രിമീങ്ങളും അതിനെ വെറുത്താലും ശരി, അള്ളാന്റെ തീരുമാനമാണ്. സൂറത്ത് അംഫാലിൽ തന്നെ 8-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് ആ സംഭവം. എല്ലാം കൂടി പറയുമ്പോൾ ടൈം പോകണ്ട. അതാണ് ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ. വേറെ ഉദ്ദേശമില്ല. ഇന്നൊക്കെ നടക്കുന്ന യുദ്ധം എന്താ? അതൊക്കെ എന്താന്ന് നമുക്ക് പറയേണ്ടതില്ല. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഈ സഹാബത്തിന്റെ പേരിൽ ബദ്രീങ്ങൾ എന്ന ഓമനപ്പേര് വിളിച്ചുകൊണ്ട് ഇവരുടെ പേരിൽ നടത്തുന്ന ആണ്ട് നേർച്ച, അത് ഒന്നുകിൽ റസൂൽ, അല്ലെങ്കിൽ സഹാബത്ത്, അല്ലെങ്കിൽ താബിയുകൾ, തബഅ താബിയങ്ങൾ. ഒരു കുഞ്ഞിൽ നിന്നും ഒരു തെളിവുമില്ല. കാരണം ഭക്ഷണം ഇതിൽ കടന്നു വരുന്നില്ല, ഇതിൽ മാംസം കടന്നു വരുന്നില്ല. കാരണം ഭക്ഷണവും മാംസവും ഇല്ലാണ്ട് വസ്ത്രം ധരിക്കാനില്ലാതെ യുദ്ധത്തിന് പോയ ആൾക്കാരാണ്. അവരെ പേരിലാണ് നമ്മൾ പോത്ത് നടത്തും കയറി തിന്നുന്നത്. 313 പത്തല്. ആരുടെ പേരിൽ? ചെരുപ്പ് ധരിക്കാൻ വകയില്ലാതെ പോയവൻ, വസ്ത്രം ധരിക്കാൻ വകയില്ലാതെ പോയവർ. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിർത്താൻ വേണ്ടി. എന്നിട്ടോ അതിന് കുറെ മാലകൾ, കുറെ പാട്ടുകൾ, കുറെ ബെയ്ത്തുകൾ, കുറെ കിസ്സപ്പാട്ടുകൾ, സംഭവങ്ങൾ. ബദരീങ്ങൾ പേരിനെ ഓതുന്ന ലോകർക്ക് ബദനിൽ വബകൾ ആണവില്ല എന്നവർ. എന്താന്ന് പാട്ട്! ബദരീങ്ങളെ പേര് പറഞ്ഞാൽ ശരീരത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഭവിക്കാൻ പോകുന്നില്ല. എന്നാ പിന്നെ ഓരോ പേരും പറഞ്ഞിങ്ങനെ റസൂലുള്ള മദീന പള്ളിയിൽ ഇരുന്നാൽ മതിയായിരുന്നു. വബി ഹാരിസിൻ വബി ഹാരിസിൻ വബി ഹാരിസിൻ വബി ഹംസത്തിൻ വബി ഹംസത്തിൻ വബി ഹംസത്തിൻ എന്ന് പറഞ്ഞിട്ട് മദീന പള്ളിയിൽ ഇരുന്നാൽ മതിയായിരുന്നു. ബദറിലേക്ക് പോകേണ്ടിയിരുന്നില്ല, അവിടെ ഇരുന്നാൽ മതിയായിരുന്നല്ല. ഇവരെ പേരോട് ശരിയാവുമെങ്കിൽ എന്തെല്ലാം കെട്ടുകഥകളാണ്, എന്തെല്ലാം ശിർക്കൻ കുഫ്രൻ പ്രാർത്ഥനകളാണ്. തൊട്ടടുത്ത് എല്ലേ മൂതേലും വാലഞ്ഞവൻ ഓതൂകിൽ, എല്ലേ മൂതേലും വാലഞ്ഞവൻ ഓതൂകിൽ എന്നും നിഅമത്തിലാകും അതെന്നവർ. എല്ലാം ഓവറാണ്. പാടിയാൾ വരലോകത്ത് കഴിച്ചിലാവും. അള്ളാഹ് ചോദിക്കും എന്തോ ഇങ്ങനെ പറയാൻ കാരണം? ബദരീങ്ങളെ പേര് പറഞ്ഞാൽ രോഗം സുഖപ്പെടും, രോഗം വരില്ല എന്നൊക്കെ നീ പറഞ്ഞില്ലേ? എന്തേ കാരണോ? സ്വത്ത് നഷ്ടപ്പെട്ടവൻ ബദരീങ്ങളെ പേര് പറഞ്ഞാൽ സ്വത്ത് ലഭിച്ച് നിഅമത്തിലാകുമെന്ന് നീ പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവേ അവസാനം ഓവറെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെല്ലിയ കൗമിനോട് ചോദിച്ചു നോക്കേ, എനിക്കറിയില്ല. അവിടെ കൊടുക്കും. എല്ലാം ഓവറാണ്. എല്ലാം ഇസ്ലാമിൻ്റെ പുറത്ത് അവളുടെ ഓവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുട്ബോൾ കളത്തുനിന്ന് പന്ത് പുറത്തേക്ക് പോയാൽ ഓവർ. അതേമാതിരി എല്ലാം കളത്തുനിന്ന് പുറത്താണ്. ഒരു ബന്ധവും ഇതിനായിട്ടില്ല. ഇവ രക്ഷപ്പെട്ട എങ്ങനെ? ഈ സഹാബത്ത് രക്ഷപ്പെട്ട എങ്ങനെയാ? അതല്ല നമ്മൾ നോക്കണ്ടേ. ഇറച്ചി മൊത്തം കൊടുത്തിട്ടാ? അല്ല ഒട്ടകത്താർത്തി വിതരണം നടത്തിയിട്ടാ? അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദആ വയക്ശിഫു സൂഅ വയജഅലകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. അമ്മൻ യുജീബുൽ മുൽത്തറ, പ്രയാസം അനുഭവിക്കുന്നവന് ഉത്തരം നൽകുന്നവൻ ആരാണ്? ഇടങ്ങേറ് ബാധിച്ചവന് മുസീബത്ത് ഘട്ടത്തിൽ, പ്രയാസ ഘട്ടത്തിൽ, ളുറിന്റെ ഘട്ടത്തിൽ ഉത്തരം നൽകുന്നവൻ ആരാണ്? തിന്മകൾക്ക് തുറസ് നൽകുന്നവൻ ആരാണ്?
വയജ്അലകും ഖുലഫാ അൽ അർളി, ഭൂമിയിൽ നിങ്ങളെ മാറി മാറി വരുന്ന തലമുറയാക്കുന്നവൻ ആരാണ്? ഇലാഹും മഅല്ലാഹ്, അള്ളാഹിന്റെ കൂടെ മറ്റ് ഇലാഹുകളോ? ഇവരെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വത്ത് കിട്ടും, ഇവരെ പേര് പറഞ്ഞാൽ ശിഫ നൽകും, ഇവരെ പേര് പറഞ്ഞാൽ വബാ ബാധിക്കയില്ല, ഇത്യാദി കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ഇലാഹും മഅല്ലാഹ്, അള്ളാഹിന്റെ കൂടെ മറ്റ് ഇലാഹുകളോ? ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങളിൽ ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. അത് തന്നെയാണ് കറക്റ്റ്, ബുദ്ധിയുള്ളവർ കുറവാണ്. ഖലീലൻ മാ തദക്കറൂൻ, ഉൾക്കൊള്ളുന്നവർ കുറവാണ്, ഉറ്റാലോചിക്കുന്നവർ കുറവാണ്, ചിന്തിക്കുന്നവർ കുറവാണ്. ആ ചിന്തയില്ലായ്മയാണ് ഈ സമുദായത്തിലെ ഉമറാക്കളും ഉലമാക്കളും മുതലാക്കി മാറ്റുന്നത്. ഈ കൊല്ലം 10 വോട്ടാണെങ്കിൽ അടുത്ത കൊല്ലം 11 ഇല്ലാണ്ട് നാം മോശമല്ലേ? ഇതാണ് എത്ര ആയത്തുകൾ, ഈ തരത്തിൽപ്പെട്ട ആയത്തുകൾ. നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് ബാധിച്ചു കഴിഞ്ഞാൽ അതിന് തുറസ് നൽകുന്നവൻ ഇല്ലാഹുവ, അല്ലാഹു അല്ലാതെ ഇല്ല. സൂറത്ത് യൂനുസ് 107, നേരത്തെ പറഞ്ഞ സൂറത്ത് നംല് 62. ആയത്തുകൾ ഇങ്ങനെ നിരയായിട്ട് വരിക. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു. എല്ലാവർക്കും അറിയാലോ, അകപ്പെട്ടില്ലേ? മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരെ പേര് പറഞ്ഞോ? വബി ആദം, വബി ഇദ്രീസ്, വബി മൂസ, വബി ഈസ എന്ന് പറഞ്ഞ ഒരാളിരുന്ന് പറഞ്ഞ എന്തേ പറഞ്ഞ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക് ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അപകടഘട്ടത്തിൽ, പ്രയാസഘട്ടത്തിൽ, ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധ്യനില്ല, സുബ്ഹാനക്, നീ എത്രയോ പരിശുദ്ധനാണ്, സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമം ചെയ്തിരിക്കുന്നു, അംഗീകരിക്കുക. അതുകൊണ്ട് ബദർ തൗഹീദിൻ്റെതായിരിക്കുന്ന ഒരു വിജയമാണ്. തൗഹീദുള്ള ആളുകൾക്ക് എവിടെയും വിജയം ലഭിക്കും. മുഹമ്മദ് അള്ളാഹു അത്തരത്തിലുള്ള ആളുകൾ അള്ളാഹു സഹായിക്കും. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, ആയുധമോ ആൾബലമോ സജ്ജീകരണങ്ങളോ പ്രശ്നമല്ല, ഈമാൻ കൊണ്ടും തവക്കുൽ കൊണ്ടും അതിനെ അതിജയിക്കാൻ കഴിയും എന്നതിൻ്റെ തെളിവുകൾ. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളാണ് ബദറിലൂടെ വിശ്വാസികളായ ആളുകൾക്ക് ലഭിക്കുന്ന ഗുണപാഠം. അതാന്ന് പടച്ചോൻ പറഞ്ഞ് വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ, ബദറിൽ വെച്ച് നിങ്ങളെ നമ്മൾ സഹായിച്ചു. വഅൻതും അദില്ല, നിങ്ങൾ ദുർബലന്മാരായിരുന്നു, ശാരീരികമായും മറ്റു നിലയിലും എല്ലാം നിങ്ങൾക്ക് ഭൗതികമായി നിങ്ങളെ സാഹചര്യമൊക്കെ ദുർബലമാണ്. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഇത്തഖു ശിർക, നിങ്ങൾ ശിർക്കിനെ സൂക്ഷിക്കണം. ലഅല്ലക്കും തശ്കുറൂൻ, എന്നാൽ നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം എന്ന് സൂറത്ത് ആലി ഇമ്രാൻ 123 അള്ളാഹു പറയുകയുണ്ടായി. അള്ളാഹിൻ്റെ സഹായം കിട്ടണമെങ്കിൽ ഒന്നാമതായി ശിർക്കിന്ന് മാറി നിൽക്കണം. 2, അതിൻ്റെ അഭിവാജ്യ ഘടകമാകുന്ന തവക്കുല്, പിന്നെ പ്രാർത്ഥന, പിന്നെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ ഉറച്ചു വിശ്വസിക്കണം. റസൂൽ വിശ്വസിച്ചു, സഹാബത്തും വിശ്വസിച്ചു. ഇന്നാ മഅകുമാ ഖാതിലൂൻ, ഞങ്ങൾ നിങ്ങളോടുകൂടെ മുഖാത്തിലൂൻ, യുദ്ധം ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. തയ്യാറാണ്, യുദ്ധത്തിലേക്ക് എത്തുകയാണെങ്കിൽ, പോവുകയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. അത് എവിടെ നിന്ന് കിട്ടിയതാ? ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ ജ്വലിക്കുന്ന പവർ. അതുകൊണ്ട് ഇത് ഒരു സംഘടനം എന്ന് പറഞ്ഞാൽ സർവായുധ സജ്ജീകരണമായി വന്നുകൊണ്ടുള്ള ശത്രുവിന് നേരെയുള്ള ഒരു ആക്രമണം അല്ല. ഇത് ഒരു പ്രതിരോധത്തെ സംഘടനത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി ഇസ്ലാമിൽ ഒരുപാട് വിശാലതകൾ ഉണ്ടായിത്തീർന്നു. അതൊക്കെ അതിൻ്റെ പിന്നീട് വന്ന കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.